ലാസ്റ്റ് വീക്ക് ചെയ്തൊരു പ്രൊഡക്റ്റിന് റീസ്റ്റോക്ക് ആട്ടോ. റീസ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ചെറിയ ഡിഫറൻസ് വരുത്തിയിട്ട് അതിൻ്റെ സെയിം തന്നെ ഓരോ ഐറ്റം കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടത്തിൻ്റെ പാച്ച് യൂസ് ചെയ്തിട്ട് ഫാൻസി മിറേഴ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിന്റും കാര്യങ്ങളും എല്ലാം സെയിം ആയിട്ട് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ നെക്ക് ലൈനിലേക്ക് കൊടുത്തേക്കുന്നത് നല്ലൊരു ലേസ് വർക്ക് ആട്ടോ. ജസ്റ്റ് സൈഡിലേക്കായിട്ട് ക്രോഷ്യോ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. നമ്മൾ അന്ന് ചെയ്ത സെയിം കളേഴ്സ് തന്നെയാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഡിമാൻഡ് കൂടെ എല്ലാം തന്നെ കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആണ്. നമ്മളിപ്പോൾ അതിൻ്റെ ഇത്രയും കൂടെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ജസ്റ്റ് ഞാൻ പറഞ്ഞു ഡിഫറൻസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നെക്ക് ലൈനിലേക്ക് മാത്രമായിരിക്കും കേട്ടോ. പ്രൈസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് പിങ്ക് കളറിലേക്ക്. ഏറ്റവും ഒരു എന്താ പറയുക സിമ്പിൾ ആണ്, എന്നാൽ നമുക്ക് നല്ല എലഗന്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിറ്റിംഗിലേക്ക് വന്നേക്കുന്നതുമാണ്. നല്ല പാനൽ കട്ട് അനാർക്കലി കേട്ടോ. പ്രൈസ് 1790. അപ്പോൾ ഇതെന്റെ ഇത്രയും ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. ഈ നെക്ക് ലൈനിലേക്ക് കൊടുത്തേക്കുന്ന പാച്ചിന്റെ മാത്രം ഡിഫറൻസ്. ഇത് ആ ബോട്ടത്തിന്റെ സെയിം പാച്ച് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ടോപ്പ് വന്നേക്കുന്നത് വിത്ത് വൺ സൈഡ് പോക്കറ്റും കൂടെ ആയിട്ടാണ്. അപ്പോൾ ഇതിന്റെ ലെങ്ത് ഓൾമോസ്റ്റ് 49 to 50 ഇഞ്ചസ് ലെങ്ത്തിലേക്കാണ് വന്നേക്കുന്നത്. ബോട്ടം വന്നേക്കുന്ന സ്ട്രേറ്റ് കട്ട് ലൂസ് ഫിറ്റിലേക്ക്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഒരു ബ്ലൂ ആൻഡ് ഒരു ആഷ് കോമ്പിനേഷനിലേക്ക് കേട്ടോ. അപ്പോൾ ഇതിന്റെ നെക്ക് ലൈനിലേക്ക് വന്നേക്കുന്ന ബോട്ടത്തിന്റെ സെയിം പാച്ച് തന്നെ വെച്ചിട്ടാണ്. രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാന്നേ. ഇതിന്റെ അകത്ത് ഈ പറഞ്ഞില്ലേ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഒന്നും നോക്കാതെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്ന യെല്ലോ ഷെയ്ഡിലേക്ക് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫാബ്രിക്കിന്റെ പ്രത്യേകത ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചെക്ക് പാറ്റേണിലേക്കാട്ടോ വരുന്നത്. അതായത് യെല്ലോ ആൻഡ് ഒരു വൈറ്റ് കോമ്പിനേഷനിലേക്കാണ്. ദുപ്പട്ട വന്നേക്കുന്ന പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് പ്രിന്റുകളോ വന്നേക്കുന്നത്. അപ്പം നമ്മുടെ യെല്ലോ ഷെയ്ഡിലേക്ക് തന്നെ ബോട്ടത്തിന്റെ പാച്ച് വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലേക്ക് ആട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഐറ്റമാണ്. 1790 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലേക്കും M to XXL സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സൂപ്പർ ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ്. ഞാനിപ്പോൾ ലാർജ് സൈസാണ് യൂസ് ചെയ്തേക്കുന്നത്.